സീരീസിൽ പഠിക്കേണ്ടത് നെക്സ്റ്റ് പ്രീവിയസ് ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഫെസ്റ്റിവൽസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസൺ. അതിൽ ഇന്ന് പഠിക്കേണ്ടതാണ് ഈദുൽ ഫിത്തർ, ഹോളി, പിന്നെന്താ ഗണേഷ് ചതുർത്ഥി കേട്ടോ. അപ്പൊ ഇത്രയും ഫെസ്റ്റിവൽസ് നമുക്കൊന്ന് പഠിക്കണം. അപ്പോൾ അതിന്റെ ഹാർഡ് വേർഡ്സ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, എല്ലാവരും നോക്കിയിരിക്കുക. ഓക്കെ, പ്ലീസ് ലിസൺ ചിൽഡ്രൻ. ഈദുൽ ഫിത്തർ, റംസാൻ, സ്വൈൻ, സിവൈൻ, ഗുജിയ, ഗണേഷ് ചതുർത്ഥി. ഈദുൽ ഫിത്തർ, റംസാൻ, സിവൈൻ, ഗുജിയ, ഗണേഷ് ചതുർത്ഥി. Once more to reading. ഈദുൽ ഫിത്തർ, EIDULFITR, ഈദുൽ ഫിത്തർ ഹൈഫൺ ഇട്ട് എഴുതുന്നത് കേട്ടോ. റംസാൻ, RAMZAN, റംസാൻ. സിവൈൻ, ESEWAIN, സിവൈൻ. ഗുജിയ, GUJIYA, ഗുജിയ. ഗണേഷ് ചതുർത്ഥി, GANESHCHATURTHI, ഗണേഷ് ചതുർത്ഥി. ഓക്കെ, ടെക്സ്റ്റ് റീഡ് ചെയ്യാം. All of you take your text, page number 147. ഗൂഗിൾ മീറ്റിൽ ഇത് ആൻസർ ഓറലായിട്ട് പറയുക. വാട്ട് ആർ ഗുർബാനി ആൻഡ് ഖരപ്രസാദ്? ഫൈൻഡ് ഔട്ട് ആൻഡ് ഡിസ്കസ്. ദെൻ ഈദുൽ ഫിത്തർ, ഈദ് ഉൽ ഫിത്തർ. Ramzan is the holy month in which Muslims observe fast. മുസ്ലിംസ് നോമ്പ് അനുഷ്ഠിക്കുന്ന പുണ്യമാസമാണ് ഈദുൽ ഫിത്തർ, റംസാൻ. ഈദുൽ ഫിത്തർ ഈസ് സെലിബ്രേറ്റഡ് ആഫ്റ്റർ റംസാൻ. റംസാന് ശേഷം ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നു. ഓൺ ദിസ് ഡേ, ഈ ദിവസം, പീപ്പിൾ എംബ്രൈസ് ആൻഡ് വിഷ് ഈച്ച് അതർ ഈദ് മുബാരക്. ഈ ദിവസം ആളുകൾ പരസ്പരം ആശ്ലേഷിക്കുകയും ഈദ് മുബാരക് ആശംസിക്കുകയും ചെയ്യുന്നു അല്ലേ. ഈ ദിവസം പരസ്പരം ആശ്ലേഷിക്കുന്നു അല്ലേ. എംബ്രൈസ് ആൻഡ് വിഷ് ഈച്ച് അതർ ഈദ് മുബാരക്. ദേ ഓഫർ നമസ്. ദേ ഓഫർ നമസ് ഇൻ മോസ്ക്. എന്താണ് പറയുന്നത്? നമസിൻ വാഗ്ദാനം ചെയ്യുന്നവർ നമസ് പള്ളി വാഗ്ദാനം ചെയ്യുന്നു. ആൻഡ് ഈറ്റ് എ സ്വീറ്റ് ഡിഷ് കാൾഡ് സെവൈൻ. എന്താണ് സെവൈൻ? സെവൈൻ എന്ന മധുര പലഹാരം കഴിക്കുകയും ചെയ്യുന്നു. ദെൻ ഹോളി. ഹോളി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. നിറങ്ങളുടെ ഉത്സവമാണ് ഹോളി. ഇറ്റ് മാർക്സ് ദ എൻഡ് ഓഫ് വിൻ്റർ ആൻഡ് ബിഗിനിങ് ഓഫ് സമ്മർ. ഇത് ശൈത്യകാലത്തിൻ്റെ അവസാനത്തെയും വേനൽക്കാലത്തിൻ്റെയും തുടക്കത്തെയും അടയാളപ്പെടുത്തുന്നു. Then people gather around a huge bonfire on Holy Eve. എന്താണ്? ഹോളി തലേന്ന് ആളുകൾ ഒരു വലിയ തീപ്പൊരിക്ക് ചുറ്റും ഒത്തുകൂടുന്നു. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, പീപ്പിൾ സ്പ്ലാഷ് കളേർഡ് വാട്ടർ ഓൺ ഈച്ച് അതർ ആൻഡ് അപ്ലൈ ഗുലാൽ അല്ലേ. അടുത്ത ദിവസം ആളുകൾ പരസ്പരം നിറമുള്ള വെള്ളം തളിക്കുകയും ഗുലാൽ പ്രയോഗിക്കുകയും ചെയ്യുന്നു. സ്വീറ്റ്സ് ലൈക്ക് ഗുജിയ ആർ മെയ്ഡ് അറ്റ് ഹോം ആൻഡ് എൻജോയ്ഡ് ബൈ ആൾ. മധുര പലഹാരം, ഗുജിയ പോലുള്ള മധുര പലഹാരങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുകയും എല്ലാവരും ആസ്വദിക്കുകയും ചെയ്യുന്നു. ധന്യ അന്യ വാണ്ട്സ് ടു നോ. ഫൈൻഡ് ഔട്ട് ആൻഡ് ടെൽ ദ സ്റ്റോറി ഓഫ് ഹോളിക ആൻഡ് പ്രഹ്ലാദ് ഇൻ ക്ലാസ്. ഗൂഗിൾ മീറ്റിൽ ഇത് നമുക്ക് പറയാം. ദെൻ ഗണേഷ് ചതുർത്ഥി. ഓൺ ഗണേഷ് ചതുർത്ഥി വി സെലിബ്രേറ്റ് ദ ബർത്ത് ഓഫ് ലോർഡ് ഗണേശ. People bring idols of Lord Ganesh to their houses and worship them. On ഗണേഷ് ചതുർത്ഥി. എന്താണ് ഗണേശ ചതുർത്ഥി? നാളിൽ നാം ഗണപതിയുടെ ജനനം ആഘോഷിക്കുന്നു അല്ലേ. സെലിബ്രേറ്റ് ദ ബർത്ത് ലോർഡ് ഗണേശ. പീപ്പിൾ ബ്രിങ്സ് ഐഡൽസ് ഓഫ് ലോർഡ് ഗണേശ ടു ദെയർ ഹൗസസ് ആൻഡ് വർഷിപ്പ് ദം. ആളുകൾ വീടുകളിൽ ഗണപതി വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് ആരാധിക്കുന്നു. Sweets called മോദക് are made and offered to Lord Ganesha. മോദക് എന്ന് വിളിക്കുന്ന പലഹാരം ഉണ്ടാക്കി ഗണപതിക്ക് സമർപ്പിക്കുന്നു. അറ്റ് ദ എൻഡ് ദ ഐഡൽസ് ആർ ഇമേഴ്സ്ഡ് ഇൻ എ വാട്ടർ ബോഡി. അവസാനം ഈ പ്രതിമ എന്ത് ചെയ്യുന്നു? ഗണപതി പ്രതിമ അവസാനം ജലാശയത്തിൽ നിമജ്ജനം ചെയ്യുന്നു. ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ബോഡി, നിമജ്ജനം ചെയ്യുന്നു.
ഫാക്ട് ആൻഡിൽ എന്ത് പറയുന്നു നോക്കാം. ലോർഡ് ഗണേശ ഈസ് ദ സൺ ഓഫ് ലോർഡ് ശിവ ആൻഡ് ഗോഡസ് പാർവതി. ലോർഡ് ഗണേശ എന്ന് പറയുന്നത്, ഗണേശ ഭഗവാൻ എന്ന് പറയുന്നത് ആരുടെ മകനാണ്? ലോർഡ് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും മകനാണെന്നാണ് പറയുന്നത് ഫാക്ട് ആൻഡിൽ. All of you take your notebook, write today's date and day. Eid ul Fitr, Ramzan, Swain, Gujia, Ganesh Chaturthi. Eid ul Fitr, Ramzan, Swain, Gujia, Ganesh Chaturthi. ഇത്രയും റൈറ്റ് 5 times. കേട്ടോ, 5 times എഴുതണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതണം. ഓക്കെ ചിൽഡ്രൻ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി ടീച്ചറിനെ വാട്സപ്പ് ചെയ്ത് തരണം. വൺസ് മോർ ടു റീഡിങ്. ഈദ് ഉൽ ഫിത്തർ, റംസാൻ, സ്വൈൻ, ഗുജിയ, ഗണേശ് ചതുർത്ഥി. നീറ്റായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും എഴുതി വാട്സപ്പ് ചെയ്ത് തരണം. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ബട്ടർഫ്ലൈസ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് മാത്സ് ആണ്. എന്തൊക്കെയായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? വേർഡ് പ്രോബ്ലം ആയിരുന്നു അല്ലേ? എല്ലാവരും ടെക്സ്റ്റ് ആക്ടിവിറ്റി ഒക്കെ ചെയ്തു. ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് ആ ടെക്സ്റ്റിലെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ, ഈ ലെസണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് അതെല്ലാം വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ആക്ടിവിറ്റിയും നോട്ടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു തരാം. എല്ലാവരും എന്ത് ചെയ്യുക? ടെക്സ്റ്റ് എടുത്ത് ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ. Okay, all of you take your textbook. Please listen here. Page number 67 എടുക്കൂ. 67. Okay. Write the subtraction fact. നമ്മൾ ഈ ലെസണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? സ്റ്റാർട്ടിങ്ങിൽ തന്നെ സബ്ട്രാക്ഷൻ ഫാക്റ്റും അഡിഷൻ ഫാക്റ്റും പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ തന്നേക്കുന്നതിൻ്റെ സബ്ട്രാക്ഷൻ ഫാക്ട്സ് എഴുതണം. 2 + 8 = 10. 2 + 8 = 10. എന്ത് ചെയ്യുക? അതിൻ്റെ സബ്ട്രാക്ഷൻ ഫാക്റ്റ് എഴുതുക. ദെൻ 5 + 4 = 9. 5 + 4 = 9. അതുപോലെ രണ്ടും നീറ്റായിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങൾക്കറിയാം, നമ്മൾ നോട്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. ദെൻ റൈറ്റ് ദി അഡിഷൻ ഫാക്റ്റ്. ഇതാണ് സബ്ട്രാക്ഷൻ ഫാക്റ്റും പഠിച്ചു, അഡിഷൻ ഫാക്റ്റും പഠിച്ചു അല്ലേ? അഡിഷൻ ഫാക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഇവിടെ നോക്കിയേ, 12 - 7 = 5. 12 - 7 = 5. 9 - 3 = 6. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക? വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ഫൈൻഡ് ദി ഡിഫറൻസസ്. ഫൈൻഡ് ദി ഡിഫറൻസ്. 623 - 257. അപ്പോൾ എന്ത് ചെയ്യുക? 1s, 10s, 100 പ്ലേസിൽ കറക്റ്റായിട്ട് നമ്പേഴ്സ് എഴുതിയതിന് ശേഷം അതിൻ്റെ ഡിഫറൻസ് ഇവിടെ എഴുതണം. ഓക്കെ. നെക്സ്റ്റ് 257 - 76. 257 - 76. എന്താ? അതേപോലെ തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 1s പ്ലേസിലെ നമ്പേഴ്സാണ് സബ്ട്രാക്ട് ചെയ്യാൻ. ദെൻ 10s പ്ലേസ്, ഫൈനലി 100 പ്ലേസിൽ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച്, നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് നോട്ടിൽ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് 809 - 517. അപ്പോൾ അതുപോലെ തന്നെയാണ് 1s പ്ലേസിലെ നമ്പേഴ്സ് ഏതൊക്കെയാണ്, 10s പ്ലേസിലെ നമ്പേഴ്സ്, ദെൻ 100 പ്ലേസിലെ നമ്പേഴ്സിനെ കറക്റ്റ് നമ്പേഴ്സ് നോക്കിയതിന് ശേഷം ഡിഫറൻസ് കണ്ട ആൻസർ ഇവിടെ എടുത്ത് എഴുതണം. ഓക്കെ. Okay, next write the correct answer. Write the correct answer. 125 - 25. എന്ത് ചെയ്യുക? 125ൽ നിന്ന് 25നെ സബ്ട്രാക്ട് ചെയ്യണം. എന്നിട്ട് കറക്റ്റ് ആൻസർ ബോക്സിൽ എഴുതുക. 125 - 25. ദെൻ 320 - 110. 110. അപ്പോൾ 320ൽ നിന്ന് 110 സബ്ട്രാക്ട് ചെയ്ത ആൻസർ എഴുതണം. ദെൻ 253 - 242. ദെൻ 968 - 708. 708. അപ്പോൾ അതുപോലെ നീറ്റായിട്ട് വളരെ ശ്രദ്ധിച്ച് ഓരോ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോഴും നമ്പേഴ്സ് മാറിപ്പോകാതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് സബ്ട്രാക്ട് ആൻഡ് ചെക്ക്. എന്ത് ചെയ്യുക? തന്നേക്കുന്ന നമ്പേഴ്സിനെ ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്തിട്ട് ആ കിട്ടിയ ആൻസർ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. കിട്ടിയ ആൻസർ ശരിയാണോ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സബ്ട്രാക്ട് ആൻഡ് ചെക്ക്. ഫസ്റ്റ് 383 - 25.
അപ്പോൾ 383ൽ നിന്ന് 25നെ സബ്ട്രാക്ട് ചെയ്യുക. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? 1s 10s 100 പ്ലേസിൽ കറക്റ്റായിട്ട് നമ്പേഴ്സ് എടുത്ത് എഴുതുക. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ദി 1s പ്ലേസിലെ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുക. ദെൻ 10s പ്ലേസിലെ നമ്പേഴ്സ്, ഫൈനൽ 100 പ്ലേസിലെ നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്ത് കറക്റ്റ് ഡിഫറൻസ് ഇവിടെ എഴുതണം. ദെൻ എന്ത് ചെയ്യുക? കിട്ടിയത് ചെക്ക് ചെയ്യുക, നമ്പർ ചെക്ക് ചെയ്യുക, കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 766 minus 208, then 342 minus 357. അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പും നീറ്റായിട്ട് ചെയ്ത് ചെക്ക് ചെയ്ത ആൻസർ ടീച്ചറിനെ കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദി മിസ്സിംഗ് ഡിജിറ്റ്സ്. മിസ്സിംഗ് ഡിജിറ്റ്സ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരുപാട് നോട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇപ്പോൾ എല്ലാവർക്കും മിസ്സിംഗ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? ഓക്കെ, ഇവിടെ നോക്കിയേ. ഫസ്റ്റ് 100ൻ്റെ പ്ലേസിലെ നമ്പർ മിസ്സിംഗ് ആണ്. ദെൻ 10s പ്ലേസിൽ 7, 1s പ്ലേസിൽ 8 ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് 4 100 പ്ലേസിൽ 4 ഉണ്ട്. 10സിൻ്റെയും 1സിലെയും പ്ലേസസിലെ നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. ആൻസർ 546 എന്ന് തന്നേക്കുന്നു. അപ്പോൾ എന്താണ് നമുക്കിവിടെ 1s പ്ലേസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 1s പ്ലേസിലെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 8 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിച്ച് ഇവിടെ ഫില്ല് ചെയ്യുക. ദെൻ അതുപോലെ സെക്കൻഡ് സ്റ്റെപ്പ് 10സിൻ്റെ പ്ലേസിലെ നമ്പേഴ്സ്, ദെൻ ഫൈനൽ സ്റ്റെപ്പ് 100ൻ്റെ പ്ലേസിലെ നമ്പേഴ്സും അങ്ങനെ കണ്ടുപിടിച്ച് ഫില്ല് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെയാണ് ഓരോന്നും ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സോൾവ് ദീസ് വേർഡ് പ്രോബ്ലംസ്. What is the difference between the two place values of 7 in 707? What is the difference between the two place values of 7 in 707? അപ്പോൾ ഇതെന്ത് ചെയ്യുക? 1s 10s 100 പ്ലേസിൽ കറക്റ്റ് നമ്പേഴ്സ് എഴുതി അതിൻ്റെ ഡിഫറൻസ് കാണുക. ദെൻ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് 3-digit നമ്പർ. ഇനി എന്താണ് നെക്സ്റ്റ്? എന്താണ് ലാർജസ്റ്റ് നമ്പർ, അതായത് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് 3-digit നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കണ്ട് ഇവിടെ ചെയ്ത് ടീച്ചറിനെ കാണിക്കണം. ഓക്കെ, ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്, റൈറ്റ് ദ സബ്ട്രാക്ഷൻ ഫാക്ട്. 2 + 8 = 10, 5 + 4 = 9. ഇതാ അതിൻ്റെ ഓരോന്നിൻ്റെയും സബ്ട്രാക്ഷൻ ഫാക്റ്റ് കണ്ടുപിടിച്ച് എഴുതുക. നെക്സ്റ്റ് റൈറ്റ് ദി അഡിഷൻ ഫാക്ട്. നെക്സ്റ്റ് എന്താണ്? അഡിഷൻ ഫാക്റ്റ് ആണ്. 12 - 7 = 5, 9 - 3 = 6. എന്താണ് ഇതിൻ്റെ അഡിഷൻ ഫാക്ട്സ്? ഈ ബ്ലാങ്ക് സ്പേസിൽ എഴുതി ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ഫൈൻഡ് ദി ഡിഫറൻസ്. 632 - 267. ഇതിൻ്റെ ഡിഫറൻസ് കണ്ട ആൻസർ ഇവിടെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് 809 - 517. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഡിഫറൻസ് കാണുക. നെക്സ്റ്റ് സബ്ട്രാക്ട് ആൻഡ് ചെക്ക്. സബ്ട്രാക്ട് ചെയ്യുകയും ആ കിട്ടുന്ന ഡിഫറൻസിന് എന്ത് ചെയ്യുക? ആൻസറിനെ ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് 766 - 208. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഈ നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യുക. 1s 10s 100 പ്ലേസ് വാല്യൂസിൽ കറക്റ്റ് നമ്പേഴ്സ് എഴുതി ഡിഫറൻസ് കണ്ടതിന് ശേഷം അതിനെ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 542 - 357. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക, ദെൻ ആൻസർ ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സോൾവ് ദിസ് വേർഡ് പ്രോബ്ലം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു പ്ലേസ് വാല്യൂസ് ഓഫ് 7 in 707? അപ്പോൾ എന്താണ് ഡിഫറൻസ് കാണാനാണ്. ഡിഫറൻസ് എന്ത് ചെയ്യുക? 1s 10s 100 പ്ലേസിൽ കറക്റ്റ് നമ്പേഴ്സ് എഴുതി അതിൻ്റെ ഡിഫറൻസ് കണ്ട് പിടിക്കണം. ഓക്കെ, Okay children, all of you take your text. Good morning children. നമുക്കിന്ന് പഠിക്കേണ്ടത് ഹിന്ദിയിൽ പഠിക്കേണ്ടത് പുതിയ പാഠമാണ്. ന്യൂ ലെസൺ. ഫൂൽദാൻ ചൂഹ ബൻഗയ. ഫൂൽദാൻ പൂത്തട്ട്, ചൂഹ എലിയായി പോയി എന്നുള്ളതാണ് കേട്ടോ പാഠത്തിൻ്റെ പേര്. ഓക്കെ, ടെക്സ്റ്റ് പേജ് നമ്പർ 34. പ്ലീസ് ലുക്ക് ആൻഡ് ലിസൺ ഹിയർ. ഏക് ജാദൂഗർണി ഥി. ജാദൂഗർണി മീൻസ് ആരാണ്? ഇന്ദ്രജാലക്കാരി അല്ലെങ്കിൽ മന്ത്രവാദിനി. സോഴ്സിറസ്. എന്താണ്? സോഴ്സിറസ്. ഏക് ജാദൂഗർണി ഥി, ഒരു മന്ത്രവാദിനി ഉണ്ടായിരുന്നു. വഹ് ഹർ ദിൻ നയേ നയേ ജാദു ദിഖാക്കർ സബ്കാ മൻ ബഹലാത്തി ഥി.
അവർ ഓരോ ദിവസവും പുതിയ മാജിക് കാണിച്ച് എല്ലാവരെയും രസിപ്പിക്കാറുണ്ടായിരുന്നു. ആജ് വഹ് ലാൽ ജൂത്ത പഹൻകർ ആയി. ഇന്ന് അവർ റെഡ് ഷൂ ധരിച്ചാണ് വന്നത്. ഹര രൂമാൽ ലായി. ഹര രൂമാൽ ലായി. ഒരു പച്ച തൂവാല കൊണ്ടുവന്നു. ഏക് പൂരി ഛണ്ഡേ ഫി ലായി. ഏക് പൂരി ഛഠി ഫി ലായി. സബ് ഖുഷ് ഹുയേ. ഒരു തവിട്ട് വടിയും കൊണ്ടുവന്നു. എല്ലാവർക്കും സന്തോഷമായി. സബ് ഖുഷ് ഹുയേ. വൺസ് മോർ ടു റീഡിംഗ്. ഏക് ജാദൂഗർനി थी. वह हर दिन नए नए जादू दिखाकर सबका मन बहलाती थी. आज वह लाल जूता पहनकर आई. हरा रूमाल लाई. एक पूरी छड़ी भी लाई. सब खुश हुए. ഊക്കി മാത്ര റെഡ് കളർ തന്നിരിക്കുകയാണ്. കണ്ടല്ലോ, എല്ലാവരും നോക്കിയേ. പ്ലീസ് ലിസൺ ഹിയർ. പ്ലീസ് ലുക്ക്. ഊക്കി മാത്ര നോക്കിയേ. ഊക്കി മാത്ര എല്ലാം റെഡ് കളറിലാണ് കേട്ടോ. അത് ശ്രദ്ധിച്ച് വായിക്കണം. ഓക്കെ ചിൽഡ്രൻ. ഉധർ ഏക് ഫൂൽദാൻ ഫി രഖാ ഥാ. അവിടെ ഒരു ഫൂൽദാൻ മീൻസ് പൂത്തട്ടം ഉണ്ടായിരുന്നു. പൂത്തട്ടം മീൻസ് എന്താണ്? പാത്രം, പൂ വയ്ക്കുന്ന പാത്രം. പൂത്തട്ടം അവിടെ ഉണ്ടായിരുന്നു. കുച്ച് സമയ ബാദ് ജാദു ദിഖാന ശുരു കിയ. കുറച്ച് സമയത്തിന് ശേഷം മാജിക് കാണിക്കാൻ തുടങ്ങി. ഫൂൽദാൻ കി ഔർ ഛടി ഘുമായി. ആബര കാ ഡാബര ഗിലി ഗിലി ഛൂ. എന്താണ്? ഫൂൽദാൻ പൂത്തട്ട് കാണിക്കാൻ തുടങ്ങി. മാജിക് കാണിക്കാൻ തുടങ്ങി. വടി പൂപാത്രത്തിന് നേരെ തിരിച്ചു. അപ്പോഴോ ആബ്ര കാ ഡാബ്ര ഗിലി ഗിലി ഛൂ. ഇങ്ങനെയാണ് ആ ജാദൂഗർണി പറഞ്ഞത് കേട്ടോ. എന്താണ്? ആബ്ര കാ ഡാബ്ര ഗിലി ഗിലി ഛൂ. തഫി അപ്പോൾ ഏക് ചൂഹ കൂത്കർ ഭാഗ. അപ്പോൾ ഒരു എലി ചാടി ഓടി വന്നു. വാഹ് വാഹ് ഫൂൽദാൻ ചൂഹ ബൻ ഗയ. പൂത്തട്ടം എലിയായി മാറി. പൂപാത്രം എലിയായി കേട്ടോ. വൺസ് മോർ ടു റീഡിംഗ്. उधर एक फूलदान भी रखा था. कुछ समय बाद जादू दिखाना शुरू किया. फूलदान की और छड़ी घुमाई. आबरा का डाबरा गिली गिली छू. तभी एक चूहा कूदकर भागा. वाग वाग फूलदान चूहा बन गया. If you take your notebook, write today's date and day. फूलदान चूहा बन गया. Write the meanings. जादूगरनी sorceress. Man mind. Lal red. Rumal handkerchief. Fooldan vase. Chadi stick. Khudkar jump. Once more ready. Fooldan vase. Chadi stick. Khudkar jump. Neat at the teacher no WhatsApp with her. Okay children.